മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പുള്ള ഇന്നലേക്ക് മിനിഞ്ഞാന്നുള്ള ദേശാഭിമാനി ഓൺലൈൻ പത്രമാണ് എന്ന് പറഞ്ഞ് എനിക്കൊരു URL കിട്ടി. അത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ദേശാഭിമാനി ഓൺലൈൻ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് എന്ന് തോന്നുന്നു. ദേശാഭിമാനിയുടെ പേരുണ്ട്, ഇതിൽ വാർത്തയുണ്ട്, ഫോട്ടോ ഉണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് ദേശാഭിമാനിയുടെ ആണെന്ന് തോന്നുന്നു, ദേശാഭിമാനിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. അതങ്ങനെ തോന്നുന്നു എന്ന് പറയാൻ കാരണം ഇപ്പൊ യൂട്യൂബിലും ഇന്റർനെറ്റിലും ഗൂഗിളിലുമെല്ലാം ഒരു ബന്ധവുമില്ലാത്ത ഫോട്ടോ ഇട്ട് ഒരു ബന്ധവുമില്ലാത്ത വാർത്തകൾ കെട്ടിച്ചമച്ച് വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രചാരണം നടത്തുന്നത് കൊണ്ടാണ് ഞാൻ തോന്നുന്നു എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിരുപാധികം അത് പിൻവലിക്കുന്നു. വന്നിട്ടുണ്ടെങ്കിൽ 2-3 പേര് എനിക്ക് അയച്ചു തന്നു. ഞാനത് ക്ലിക്ക് ചെയ്തിട്ടാണ് നോക്കിയത്. അതുകൊണ്ട് വന്നിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ മുൻകൂർ ജാമ്യമെടുത്ത് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ശബരിമലയിലേക്ക് കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്രാവശ്യം പോയിരുന്നു. അതിലെ ഒരു വ്യക്തി, നോർത്ത് കേരളയാണെന്ന് തോന്നുന്നു, ഒരു വ്യക്തി മൂകനായിരുന്നു, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ശബരിമലയിൽ ചെന്ന് ശ്രീകോവിലിന്റെ മുമ്പിലോ ക്ഷേത്രത്തിനകത്തോ സംസാരിക്കാൻ കഴിവില്ലാത്ത ആ വ്യക്തി ഉറക്കെ ശരണം വിളിച്ചു എന്നും അത് ഫോട്ടോ എടുത്ത് ദേവസ്വം ബോർഡിലെ ഫേസ്ബുക്കിൽ ഇട്ടു. അതിനെക്കുറിച്ചായിരുന്നു വാർത്ത. പക്ഷെ വാർത്ത നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. ഹിന്ദു ധർമ്മത്തിനെതിരെ എന്തെല്ലാം ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശാഭിമാനി, ഒരച്ഛന് 2 വർഷം ജീവപര്യന്തം, 2 പ്രാവശ്യത്തെ ജീവപര്യന്തം തടവ് ഒരു 9 വയസ്സുകാരിയെ ഹീനമായിട്ട് ലൈംഗികമായിട്ട് പ്രയോഗിച്ചതിന് ആ വാർത്തയിൽ ഇവരാരും, കൈരളി ചാനലോ ദേശാഭിമാനിയോ കാര്യമായിട്ട് പ്രതികരിച്ചില്ല. അതിന്റെ 10 കോടിയിലൊരു അംശം പോലും സത്യമില്ലാത്ത ഏതോ ഒരു സ്ത്രീ എഴുതിയ വരികളെ ആധാരമാക്കിയിട്ട് മാതാ അമൃതാനന്ദമയ്യെ കരിതേച്ച് കാണിക്കാൻ ചെയ്ത പ്രവൃത്തികൾ നോക്കും. അതൊക്കെ വളരെ പ്രോമിനന്റ് ആയിട്ട് പുറത്തു കൊണ്ടുവന്ന് ചീറ്റിപ്പോയതാണ് ശരിക്കത്. അതിൻ്റെയും കൂടി ദൃഷ്ടിയിൽ ഇതിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ധരിച്ചിട്ട് ദേവസ്വം ബോർഡ് ഫേസ്ബുക്കിൽ ഇട്ട ഒരു മൂകൻ സംസാരിക്കുന്നു എന്നുള്ളത് ശുദ്ധ അസംബന്ധവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതുമാണെന്നും യുക്തിവാദികള് ഈ സംസാരിച്ച മൂകന്റെ വീട്ടിൽ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ അത് വളരെ തെറ്റാണെന്ന് കണ്ടുപിടിച്ചു എന്നും ശുദ്ധ അന്ധവിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് സ്ഥാപനമാണ്. അതിനെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. ദേശാഭിമാനിയും യുക്തിവാദികളും ഇതുപോലെയുള്ള സത്യം, വസ്തുത പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാണ്. ഇല്ലാത്ത പലതും ഉണ്ടെന്ന് കെട്ടിച്ചമച്ച് ഫേസ്ബുക്കിലോ പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ട് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതിന്റെ കൂട്ടത്തിലെ യുക്തിവാദികളോടും ദേശാഭിമാനികളോടും ഒന്നുകൂടി പറയുന്നു, ഈ മഴക്കാലം കഴിഞ്ഞാല് ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മുതൽക്ക് കേരളത്തിലെ തെക്കേ അറ്റം മുതൽക്ക് വടക്കേ അറ്റം വരെ, ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽക്ക് കാശ്മീർ വരെ യേശുക്രിസ്തുവിന്റെ പേരിൽ നെഞ്ചത്തടിച്ചുള്ള പ്രാർത്ഥനയും ഈ രോഗശാന്തി ശുശ്രൂഷയും അതുപോലെ തന്നെ സംഗീത ശുശ്രൂഷയും സംഗീത വിരുന്നും തനി ഭ്രാന്തന്മാരെ പോലെ കാണിക്കുന്ന സുവിശേഷ പ്രസംഗവും, അതിനെതിരെ എന്താ യുക്തിവാദികളും ദേശാഭിമാനിയും ഒന്നും പറയാത്തത്?
മുടന്തൻ നടക്കുന്നു, മൂകൻ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ചെകിടൻ കേൾക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾക്ക് ദേശാഭിമാനിയും യുക്തിവാദികൾക്കും ഇതേപോലെയുള്ള സത്യം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയില്ലേ? അല്ല, ഹിന്ദുക്കൾക്കെതിരെ മാത്രം പ്രവർത്തിക്കാൻ ജന്മമെടുത്ത ഹിന്ദുക്കളായ യുക്തിവാദികളും ഹിന്ദുക്കളായ ദേശാഭിമാനികളും അവരുടെ ജീവിതത്തിൽ മറ്റ് രണ്ട് മതങ്ങളും പ്രവാചകന്റെ മുടി വെള്ളത്തിൽ മുക്കി 50 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതും ഈ തനി തീവ്രവാദം പ്രചരിപ്പിക്കുന്നതും പത്രമാധ്യമങ്ങളിൽ നോക്കിയാൽ മലദ്വാരത്തിൽ സ്വർണമടക്കി കൊണ്ടുവരുന്നതും ഇതുപോലെ കള്ളനോട്ട് പ്രചരിപ്പിക്കുന്നതും ഇതെല്ലാം പേര് വായിച്ചാൽ ഏത് വിഭാഗത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടും അതൊന്നും ഒരു പ്രത്യേകതയും കൊടുക്കാതെ ഗോപാലകൃഷ്ണന്റെ ഉൾപ്പെടെ കോലം കത്തിച്ചാൽ ഇങ്ങനെ മതേതരത്വം ഇവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഏതായാലും ശബരിമലയിലും ഹിന്ദു ക്ഷേത്രങ്ങളിലും നടക്കുന്നതിനെ വളരെ സത്യസന്ധമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ പൂർണ്ണമായിട്ടും അഭിനന്ദിച്ചുകൊണ്ട് മറ്റു മതങ്ങളിൽ നടക്കുന്ന കോപ്രായത്തരവും കൂടി ഇതിനേക്കാൾ എത്രയോ നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ട് ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി മാത്രം തെക്കേ അറ്റം മുതൽക്ക് വടക്കേ അറ്റം വരെ ഭാരതത്തിലും കേരളത്തിലും ഇത് നടക്കുമ്പോൾ അവരുടെ വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചിട്ടാണോ ഒന്നും പറയാതിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നേരറിയാനും നേരത്തെ അറിയാനും എന്നുള്ള പദമൊക്കെ തെറ്റല്ലേ? ഹിന്ദുവിനെതിരെ മാത്രമാണ് ഇവര് വാളോങ്ങുന്നത് എന്ന് ഓരോ ഹിന്ദുവും അറിയണം, ഓരോ ഹൈന്ദവ യുവാവും അറിയണം. ഇന്ന് ക്ഷേത്രങ്ങള് അക്ഷരാർത്ഥത്തിൽ ഹിന്ദുത്വ അഭിമാനമുള്ള ജനങ്ങളുടെ കയ്യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസുകളായി പ്രവർത്തിച്ച ക്ഷേത്രങ്ങൾ പോലും ഹിന്ദുത്വാഭിമാനമുള്ള, ഹിന്ദുവാണെന്ന് ഉറക്കെ പറയാൻ, ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജീവിക്കണമെന്ന് പറയാൻ, ജനിക്കണമെന്ന് പറയാൻ അഭിമാനമുള്ളവരുടെ കയ്യിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നഷ്ടപ്പെട്ട സീറ്റുകളും നഷ്ടപ്പെട്ട ജനപിന്തുണയും തിരിച്ചെടുക്കാൻ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാത്രം പ്രീണിപ്പിച്ചാൽ മതി എന്ന ധാരണയുണ്ടെങ്കിൽ ദേശാഭിമാനികളോടും യുക്തിവാദികളോടും പറയുന്നു, നിങ്ങളിൽ 97% ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെയാണ് അവഹേളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഹിന്ദുക്കൾക്ക് സത്യവും ധർമ്മവും നീതിയും ന്യായവും തിരിച്ചറിയാൻ സാധിക്കും. ശബരിമലയിലെ മകരജ്യോതിസിനെ കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും പരുന്ത് പറക്കുന്നതിനെക്കുറിച്ചും മകരവിളക്കിനെക്കുറിച്ചും അവഹേളിക്കാവുന്ന അത്രയും അവഹേളിച്ചിട്ടും ഈ പ്രക്രിയയിൽ ജനങ്ങൾ അവിടെ തൊഴാൻ പോകുന്നതിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്രാവശ്യം മന്ത്രിസഭ ഗംഭീരമായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്യുകയും ചെയ്തു. അതിനോട് അഭിമാനത്തോടുകൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം പറയുന്നു, ആ ശബരിമലയെ കരിവാരി തേക്കാൻ ദേശാഭിമാനികളോ യുക്തിവാദികളോ സത്യം പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ന പേരിൽ ചെയ്യുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയുന്നു, എല്ലാ മതത്തിലുള്ള തിന്മകളെയും നിങ്ങൾ ഒരുമിച്ച് എതിർക്കുക. സത്യാന്വേഷികളായവർ കൂടെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് തനി നീചവും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള സ്വന്തം മതത്തിനെതിരെയുള്ള കടന്നാക്രമണവും നിഷേധാത്മകമായിട്ടുള്ള അവഹേളനവുമാണ്. ജനത ഇത് സ്വീകരിക്കില്ല. ദേശാഭിമാനികളെ അവര് പ്രതികരിക്കും. ഒരുപക്ഷെ നിർബന്ധിച്ച് നിങ്ങളുടെ പത്രം ഏതെങ്കിലും വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഇടിക്കേണ്ടി വന്നാൽ അവരൊരു പക്ഷെ ആ പത്രം എടുത്തു എന്ന് വരും. പക്ഷെ അതിലുള്ളത് പച്ച കള്ളമാണെന്ന് തിരിച്ചറിയുന്നൊരു സമൂഹവും ഇവിടെ ഉണ്ട്. അത് നേരറിയാനും നേരത്തെ അറിയാനുമല്ല, നേരത്തെ ഉണ്ടാക്കിയത് നേരല്ലാത്ത വിധത്തിൽ അറിയിക്കാനാണ് എന്നുള്ളത് കൂടി ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും
ജഗതീശ്വരനും ഭാരതമാതാവും ഇവിടുത്തെ ഋഷീശ്വരന്മാരും ഇവിടുത്തെ ചാർവാക പന്ഥാവിൽപ്പെട്ട ചാർവാക മഹർഷിമാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.